നമസ്കാരം, എൻ്റെ പേര് സാബു എന്നാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ഫുഡും 16 മണിക്കൂർ നമ്മൾ വെള്ളം മാത്രം കുടിക്കുന്ന ഒരവസ്ഥനെ പറയുന്നതാണ്. അതായത് 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്രോട്ടീൻ ഫുഡ് ഉൾപ്പെടുത്താം. പ്രോട്ടീൻ ഫുഡ് പറയുമ്പോൾ നട്ട്സ്, ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പൈനാപ്പിള്, പിന്നെ മണ്ണിൻ്റെ മേലെ പൊങ്ങി നിൽക്കുന്നതാണുള്ള ലീഫുകൾ, പച്ച ഗ്രീൻ ലീഫുകൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് ഉദാഹരണമായിട്ട് ആദ്യത്തെ ഇപ്പോൾ മോർണിംഗ് ഒരു വ്യക്തി 9 മണിക്കാണ് ആദ്യത്തെ ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഒരു മുട്ട ഡബിൾ ഓംലേറ്റ് എടുക്കാം, അതിൻ്റെ കൂടെ 2 തക്കാളി എടുക്കാം. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ലൈം ജ്യൂസ് കുടിക്കാവുന്നതാണ്, ഒരു 2 ഗ്ലാസ് നാരങ്ങ വെള്ളം. പിന്നെ കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞു വെച്ചാൽ വീണ്ടും നമുക്ക് നട്ട്സ്, ബദാം, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, അങ്ങനെ പിസ്ത, ഡ്രൈ ഫ്രൂട്ട്സ്, വാൾനട്ട്സ്, അങ്ങനത്തെ ഫുഡ് നമുക്ക് കഴിക്കാം. അതിനുശേഷം ഒരു കുറച്ച് നേരം ഡിന്നർ പോലെ ഒരു 12 മണി സമയത്ത് നമുക്ക് വീണ്ടും എന്താ പറയുക, ഒരളവിന് കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറവുള്ള ഫുഡ് കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് തന്നെയാണ്. ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് തന്നെയാണ്. അതാണ് എല്ലാവർക്കും ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അത് നമ്മൾ പ്രോട്ടീനും അതിൽ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ പെട്ടെന്ന് നല്ല ഫലവത്തായ റിസൾട്ട് വരുന്നു. പിന്നെ 9 മണിക്ക് രാവിലെ പ്രാതൽ തുടങ്ങിയ വ്യക്തി ഇപ്പോൾ ലാസ്റ്റായിട്ട് 8 മണിക്കൂറാണ്. 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു 5 മണിക്കുള്ളിൽ ഒരു ലാസ്റ്റത്തെ ഫുഡ് കഴിക്കുക. ലാസ്റ്റത്തെ ഫുഡ് പറയുമ്പോൾ വീണ്ടും ഡബിൾ ഓംപ്ലേറ്റോ അല്ലെങ്കിൽ ചിക്കൻ സൂപ്പോ ഇല്ലെങ്കിൽ അൽഫാമിൻ്റെ പീസ് മാത്രം അങ്ങനെ ആക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ നമുക്ക് കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യണത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറവാണെങ്കിൽ ഇതിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അത് വളരെ സാധാരണക്കാർക്കും എല്ലാവർക്കും എളുപ്പത്തിൽ ഫോളോ ചെയ്യുന്നതും കൂടുതൽ നമ്മുടെ ഗവേഷണം ചെയ്തപ്പോൾ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയ ഒന്നുമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. മെയിൻ വെയിറ്റ് ലോസ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ നമുക്ക് പോസിറ്റീവ് സൈനായിട്ട് പറയാനുള്ളത്. അതിൻ്റെ കൂടെ പ്രോട്ടീൻ റിച്ച് ഫുഡ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും നല്ലതും പിന്നെ ഒട്ടേറെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. പലതരം രോഗങ്ങളും നമുക്ക് മാറുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിന് എല്ലാത്തിനും നമുക്ക് റെസ്റ്റ് ആവശ്യമാണ് അല്ലേ. ആ റെസ്റ്റ് 16 മണിക്കൂർ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാത്തിനും ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കും റെസ്റ്റ് കിട്ടും. ലങ്സിനും ലിവറിനും എല്ലായിടയ്ക്കും റെസ്റ്റ് കിട്ടി നല്ലൊരു പുതിയ ശരീരമായിട്ട് നമുക്കൊരു പുതിയൊരു ഊർജ്ജമായിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ തന്നെ രാവിലെ ഇപ്പോൾ ഉറങ്ങി എണിച്ചു ഒരു വ്യക്തി ഒരു 6 മണിക്ക് ഉറങ്ങി എണിച്ചു, പറ്റുന്ന പോലെ ഒരു 5 കിലോമീറ്റർ ഓടുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് എക്സസൈസ് ചെയ്യുകയാണ്. അതിനോടെ വന്നു, അത് കഴിഞ്ഞു ജിമ്മിൽ പോയി ഒന്ന് വർക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളൊന്ന് എന്താ പറയുക കുളിക്കാൻ പോയി നീന്തൽ. നമ്മുടെ കുളിക്കാൻ പോകുമ്പോൾ കുളത്തിൽ കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ്, അവിടെ പോയി നീന്തി കുളിച്ചു ഒക്കെ ചെയ്യുമ്പോൾ പ്ലസ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുട്ടൻ്റെ വെള്ള, ചിക്കൻ്റെ ബ്രസ്റ്റ്, സാൽമൺ മീനുകൾ, ഇതെല്ലാം നമ്മുടെ ഡെയിലി ഫുഡിങ്ങിലും ഏർപ്പെടുത്തുമ്പോൾ ഈ 8 മണിക്കൂർ മാത്രം ഫുഡ് കഴിക്കുമ്പോൾ 9 to 5 രാവിലെ ആ സമയത്ത് ഫുഡും കഴിക്കുക. ബാക്കി 5 to 9 മണി വരെ അതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം മാത്രം കുടിക്കുക. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ
ശരീരത്തിനും മനസ്സിനും എല്ലാം തന്നെ നല്ലൊരു ഉന്മേഷം എന്നല്ല, നല്ലതാണത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഇന്റർമീറ്റിംഗ് ഫാസ്റ്റിങ്ങിന് പലരും പറയുന്ന കാര്യം തലവേദന ഒക്കെ ഇടയ്ക്ക് വരാറുണ്ടെന്നാണ്. വരാറുണ്ട്. അത് ആദ്യത്തെ ഒരു 4-5 ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളത് ശീലമാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെയിറ്റ് ലോസും കാര്യങ്ങളും നമ്മുടെ ശരീരവും ഏജിങ് പ്രോസസ്സും എല്ലാം സ്ലോ ആവും. നമുക്ക് വയസ്സാകുന്നത് തന്നെ വളരെ മെല്ലെ ആവും. അപ്പം നമ്മുടെ പ്രേക്ഷകരെല്ലാവരും അത് ഫോളോ ചെയ്യൂ. കൂടുതൽ നമ്മൾ പോസിറ്റീവ്നെസ്സിലേക്ക് പോയി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഉന്മേഷത്തോടു കൂടി വെൽത്തി ആയിരിക്കാൻ ഇത് സഹായിക്കും. നമ്മുടെ ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, when the wealth is lost, nothing is lost. When the health is lost, something is lost. And character is lost, everything is lost. അതിൽ മെയിൻ പറയുന്നത് വെൽത്ത്, ഹെൽത്ത്, ക്യാരക്ടർ. ഈ മൂന്നും ജീവിതത്തിൽ വളരെയധികം ഉപയോഗമാണ്. നമുക്ക് നമ്മളെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇന്റർമീറ്റിംഗ് ഫാസ്റ്റിംഗ് ചെയ്ത് നല്ലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ശരീരവടവും കൂടെ വർക്കൗട്ടും ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ശരീരവടവ് കിട്ടാൻ എല്ലാവരും ഞാൻ ആശംസിക്കുന്നു. ഓക്കെ.